ഹായ് ഫ്രണ്ട്സ്, ഷിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ മീൻ കറി നോക്കിയാലോ. വിരുന്നൊക്കെ വരുന്ന സമയത്ത് അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇവിടെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം കേട്ടോ. തക്കാളി ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലോട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് എത്രയാണോ പുളി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് ഫിഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ദശ കട്ടിയുള്ള ഏത് മീനും ഇതിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് നല്ലപോലെ കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്കിത് തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 5-10 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി കുറച്ചുകൂടി കുറുകിയിട്ട് നല്ല ടേസ്റ്റായി വരും കേട്ടോ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ദോശക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.